പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് കുരുക്ക് കൂടുതൽ മുറുകുന്നു. അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ്. ഇതിൽ അവർ വീട്ടിൽ വന്നല്ലോ, വീട്ടിൽ പരിശോധന നടത്തിയല്ലോ, എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ പിണറായി വിജയൻ പലകുറി ഇന്ന് ചോദിക്കുന്നത് കേട്ടു. പക്ഷേ എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അന്വേഷണം കൃത്യമായി തന്നെ വീണയിലേക്ക് മാത്രമല്ല, വീണയുടെ പിതാവിലേക്കും അതുപോലെ തന്നെ പിതാവിനെ പിന്തുണച്ചുകൊണ്ട് പിതാവിന് ഒപ്പം നിൽക്കുന്ന പലരിലേക്കും എത്തുകയാണ് എന്ന സൂചന കൂടി ലഭിക്കുന്നു. വിവിധ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് ഇന്ന് നടന്നത്. അതിൽ നിന്നൊക്കെ തന്നെ നിർണായകമായ നിരവധി രേഖകൾ, വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ട് രേഖകൾ അടക്കം അനധികൃതമായി നടത്തിയ പല ക്രയവിക്രയങ്ങളുടെയും രേഖകൾ ഇഡിക്ക് ലഭിച്ചതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി അതൊന്നും പുറത്തുവിടില്ല. എന്നാൽ പോലും സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് ഇപ്പോൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം അനധികൃതമായി നടത്തിയ ഇടപാടുകളുടെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇഡിയുടെ കയ്യിൽ എത്തിയതായുള്ള സൂചനകളാണ് വരുന്നത്. വീണയുടെ ബാങ്ക് ലോക്കർ ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധിച്ചു. ആയുർവേദ കോളേജിന് മുന്നിലുള്ള HDFC ബാങ്ക് തിരുവനന്തപുരത്ത്, അവിടെയാണ് പരിശോധന നടന്നത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ HDFCയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ഈ ബാങ്കിലാണ് സ്വർണത്തിന് ഉൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വീണ മൊഴി നൽകിയിരുന്നു. പരിശോധന അല്പസമയം മുൻപ് വരെ നടന്നിരുന്നു. കൃത്യമായ രേഖകളും വിവരങ്ങളും ഒക്കെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് ഉടൻ തന്നെ ഇഡി കടക്കും എന്ന് തന്നെയാണ് സൂചനകൾ വെളിവാക്കുന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡ്, ഇവിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെടെ ബാങ്കിന് മുന്നിൽ ഉണ്ടായിരുന്നു. ബാങ്കിന് മുന്നിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരുന്നു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിശോധനയുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ കൈമാറിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കൊച്ചിയിലെ ഓഫീസിൽ ഏതാണ്ട് 9 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ എഴുതി നൽകിയ മറുപടികളാണ് വീണ തൈക്കണ്ടി എന്ന പിണറായിയുടെ മകൾ നൽകിയത്. പിന്നീട് മൊഴി വായിച്ചു കേട്ട ശേഷമാണ് വീണ ഓഫീസ് വിട്ടത്. പങ്കാളിയും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് ഇഡി ഓഫീസിൽ അന്ന് ചോദ്യം ചെയ്യാനെത്തിയത്. ഇഡി ഓഫീസിന്റെ ഗേറ്റിന് വാതിക്കൽ വീണയെ ഇറക്കിവിട്ട് മുഹമ്മദ് റിയാസ് പോവുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം വീണയ്ക്ക് സമൻസ് നൽകിയില്ല. എന്നാൽ കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രാഥമികമായി സൂചനകൾ നൽകുന്നത്. അതായത് വീണ തൈക്കണ്ടിയെ എല്ലാ തരത്തിലും എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനും മറ്റ് കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുമുള്ള നീക്കങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ അടക്കം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും അദ്ദേഹം കൊച്ചി ഓഫീസിൽ എത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ കീഴുദ്യോഗസ്ഥർക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലോക്കറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർണായകമായ രേഖകൾ, പല രീതിയിൽ CMRൽ നിന്ന് വാങ്ങിയ പണം HDFC ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല, പലരിൽ നിന്ന് സ്വർണമായും പണമായും ഒക്കെ തന്നെ പിതാവിന് വേണ്ടി പല രീതിയിൽ പല തരത്തിൽ പലപ്പോഴായി കോടിക്കണക്കിന് രൂപയാണ് വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലൂടെ ഒഴുകിയത് എന്നുള്ള സൂചനകളും ലഭിക്കുന്നു. എന്തായാലും ഇഡിയും മറ്റ് അന്വേഷണ ഏജൻസികളും ഒന്നും വീണ തൈക്കണ്ടിയെ വിടാൻ ഉദ്ദേശമില്ല. പിന്നാലെ തന്നെ കൂടി കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തി കൃത്യമായി നിയമ നടപടികളിലേക്ക് മാസപ്പടി കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ഒക്കെ തന്നെ കൃത്യമായ നടപടികളും അന്വേഷണവും ഒക്കെ തന്നെ ഉണ്ടാകും എന്ന് തന്നെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്.